സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന. അവതരണം സിന്ധു അശോക്. കഴിവിൻ്റെ പരമാവധി ട്രീറ്റ്മെൻറ്റ് ആരുഷി തമ്പുരാട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ആരുഷിക്ക് മറ്റൊരു ഭാഗ്യവും കിട്ടും. ലണ്ടനിൽ എൻ്റെ സീനിയറായിരുന്ന ഡോക്ടർ വൈശാഖൻ ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ആരുഷി തമ്പുരാട്ടിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. നാളെ അദ്ദേഹം വരും. തമ്പുരാട്ടി പഴയ നിലയിലെത്താനുള്ള ഒരു നിർദ്ദേശം തീർച്ചയായും അദ്ദേഹം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉത്സാഹത്തോടെയാണ് ലിസി പോൾ പറഞ്ഞത്. താങ്ക്സ് ഗോഡ്, രാജരാജേശ്വരി തമ്പുരാട്ടി പറഞ്ഞു. ഇന്ന് അർച്ചന നടത്തിയപ്പോൾ ശുഭസൂചനയുണ്ടായെന്ന് ക്ഷേത്രത്തിലെ തിരുമേനിയും പറഞ്ഞിരുന്നു. തമ്പുരാട്ടിയുടെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടായി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതും ശുഭം തന്നെ. ഇന്ന് തന്നെ അൽക്കമോളുടെ ഈ ഫോട്ടോയും കിട്ടിയല്ലോ. ടേബിളിനുമേൽ ഇരിക്കുന്ന അധീനയുടെ ഫോട്ടോയിൽ രാജരാജേശ്വരി തൊട്ടു. തമ്പുരാട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? ഭർത്താവിൻ്റെയും അൽക്കയുടെയും ഒരുമിച്ചുള്ള മരണമല്ലേ ആരുഷിയെ ഈ നിലയിൽ എത്തിച്ചത്? ഈ ഫോട്ടോ അവളിൽ ഏതെങ്കിലും ചലനമോ മാറ്റമോ ഉണ്ടാക്കുമോ എന്ന് ഒന്ന് നോക്കിയാലോ ഡോക്ടർ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഡോക്ടർ ലിസി പോൾ ആ പ്രിൻ്റ് ഔട്ട് കയ്യിലെടുത്ത് അതുമായി എഴുന്നേറ്റു. വരൂ പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടി റൂമിൽ നിന്ന് ഡോക്ടർ പുറത്തേക്കിറങ്ങി. രാജരാജേശ്വരി തമ്പുരാട്ടിയും മാളവികയും ഡോക്ടറെ അനുഗമിച്ചു. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അവർ റൂം നമ്പർ 312 മുമ്പിലെത്തി. മൂവരും അകത്തു കടന്നു. ആരുഷി എവിടെ? ആരുഷിയുടെ മാത്രം സേവനത്തിനായി ആ റൂമിൽ നിയോഗിച്ചിട്ടുള്ള നേഴ്സ് ഗീതുവിനോട് ഡോക്ടർ ചോദിച്ചു. ദാ അവിടെ നിൽക്കുന്നുണ്ട് മാഡം. ഗീതു വലതുഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടി. ജനാലയുടെ അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആരുഷി. മകളെ കണ്ട് രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ നെഞ്ചു പൊള്ളി. പട്ടും പൊന്നും ധരിച്ചിരുന്ന ആ മേനിയിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ യൂണിഫോമായ ഇളം പച്ച ഗൗൺ മാത്രം. ആരുഷി, അമ്മയുടെ മോളെ, രാജരാജേശ്വരി വിളിച്ചു. ആരുഷി വിളി കേട്ടില്ല, പ്രതികരിച്ചുമില്ല. ആരുഷി, ഡോക്ടർ ലിസി പോൾ സ്തംഭം പോലെ നിൽക്കുന്ന ആ ശരീരത്തിൽ പിടിച്ചു മെല്ലെ തിരിച്ചു. ആരുഷി, ദാ ഇങ്ങോട്ട് നോക്കിയേ, ഇതാരാണെന്ന് കണ്ടോ? ഡോക്ടർ ലിസി പോൾ കയ്യിലിരുന്ന ആ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് ആരുഷിയുടെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. ചൈതന്യരഹിതമായ മരവിച്ച നോട്ടം തന്നെയായിരുന്നു ആദ്യം. ആരുഷി, ശ്രദ്ധിച്ചു നോക്കൂ, ഓർമ്മ വരുന്നുണ്ടോ ഇതാരാണെന്ന്? ഡോക്ടർ വീണ്ടും ചോദിച്ചു. ക്രമേണ ഡോക്ടർ കണ്ടു. ആരുഷിയുടെ മിഴികളിലെ മരവിപ്പ് മാറുന്നു. ഏറെ നേരം കൊണ്ട് കൃഷ്ണമണികൾ ഒന്ന് വെട്ടി. യെസ് ആരുഷി, ഓർത്തു നോക്കൂ. ആരാണിത്, പറയൂ. ആ ആ അൽക്ക, എൻ്റെ മോള്. 10 മാസം മരവിച്ചിരുന്ന ആ നാവ് ആദ്യമായി ചലിച്ചു. അൽക്ക, എൻ്റെ ദേവി, അമ്മേ, മഹാദുർഗേ. രാജരാജേശ്വരി തമ്പുരാട്ടി വിറയലോടെ 2 കൈകളും കൂപ്പിക്കൊണ്ട് മേൽപോട്ട് നോക്കി പറഞ്ഞു. എന്തൊരു മഹാത്ഭുതം! പുലർച്ചെ അമ്മ തന്ന ശുഭസൂചന സത്യമായി തന്നെ ഭവിച്ചിരിക്കുന്നല്ലോ. സന്തോഷം കൊണ്ട് തമ്പുരാട്ടിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് രാജരാജേശ്വരി ആരുഷിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ പൊന്നുമോളെ, അമ്മേന്ന് ഒന്ന് വിളിക്കൂ മോളെ. അമ്മ എത്ര വർഷമായി ആ വിളിയൊന്ന് കേട്ടിട്ട്. അവർ മകളെ കെട്ടിപ്പിടിച്ചു. ആരുഷി പക്ഷേ അമ്മയെന്ന് വിളിച്ചില്ല. കൈകളെടുത്ത് രാജരാജേശ്വരി തമ്പുരാട്ടിയെ കെട്ടിപ്പിടിച്ചുമില്ല. തന്നെ ചേർത്ത് പിടിച്ച് അരികിൽ നിൽക്കുന്ന തമ്പുരാട്ടിയെ അവൾ ശ്രദ്ധിച്ചതേയില്ല. അവളുടെ മിഴികൾ ഡോക്ടർ ലിസി പോൾ നീട്ടിയ ആ ഫോട്ടോയിൽ മാത്രമായിരുന്നു. അൽക്ക, അൽക്ക, എൻ്റെ മോൾ, എൻ്റെ മോൾ. അവൾ അത് തന്നെ പിറുപിറുക്കുകയാണ്. ആരുഷി മെല്ലെ കൈകൾ മുമ്പോട്ട് നീട്ടി ഫോട്ടോയിലേക്ക് നോക്കി. അവൾ പറഞ്ഞു, താ, ഇങ്ങു താ. ഡോക്ടർ ആ പ്രിൻ്റ് ഔട്ട് ആരുഷിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതാ ആരുഷിയുടെ മോൾ, കണ്ടോളൂ. ഫോട്ടോ കയ്യിൽ കിട്ടിയതോടെ ആരുഷിയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. മിഴികൾ നക്ഷത്രം പോലെ തിളങ്ങി. ഡോക്ടർ മെല്ലെ ആ ബെഡിൻ്റെ നേർക്ക് നോക്കി. അവൾ മെല്ലെ തൻ്റെ ബെഡിൻ്റെ നേർക്ക് നോക്കി. ഡോക്ടർ നേഴ്സിൻ്റെ നേരെ തിരിഞ്ഞിട്ടു പറഞ്ഞു. ഗീതു, ആരുഷിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തൂ. വരൂ തമ്പുരാട്ടി. ഗീത ആരുഷിയെ ചേർത്ത് പിടിച്ച് മെല്ലെ നടത്തി ബെഡിൻ്റെ അരികിലെത്തിച്ചു. ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ആരുഷി ആ ഫോട്ടോ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തമ്പുരാട്ടി അത് ശ്രദ്ധിച്ചോ? ഡോക്ടർ ലിസി പോൾ അങ്ങോട്ട് വിരൽ ചൂണ്ടി. ആരുഷിയുടെ തലച്ചോറിലും ഓർമ്മയിലും അൽക്കമോളുടെ രൂപം മായാതെ നിൽക്കുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ അതുമാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. ഫോട്ടോ കണ്ടപ്പോൾ എത്ര പെട്ടെന്നാണ് ആ മുഖത്തു ഭാവമാറ്റമുണ്ടായത്. ആ പേര് പറയാൻ ശബ്ദവുമുണ്ടായി. ശരിയല്ലേ? ശരിയാണ്, തമ്പുരാട്ടി സമ്മതിച്ചു.
എൻ്റെ മോളുടെ ഉള്ളിൽ അൽക്കമോൾ മാത്രമേയുള്ളൂ. അൽക്കയെ മാത്രമേ അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. എനിക്ക് മനസ്സിലായി ഡോക്ടർ. ഇനി ആരുഷിയെ രക്ഷിക്കാൻ നമ്മൾ ഏത് റൂട്ട് സെലക്ട് ചെയ്യണമെന്ന് നാളെ തീരുമാനിക്കാൻ തമ്പുരാട്ടി. ഡോക്ടർ വൈശാഖൻ വന്നതിന് ശേഷം ഡോക്ടർ ലിസി പോൾ പറഞ്ഞു. അങ്ങനെ ആവട്ടെ ഡോക്ടർ. അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. രാജരാജേശ്വരി കുറച്ചുകൂടി ആശ്വസിച്ചു. വരൂ, നമുക്ക് പോകാം. മാളവികയുടെ നേർക്ക് തിരിഞ്ഞ് അവർ പറഞ്ഞു. ശരി തമ്പുരാട്ടി. രാജരാജേശ്വരി തമ്പുരാട്ടി റൂമിൽ നിന്നിറങ്ങി കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. മാളവിക പിന്തുടർന്നെത്തുമ്പോഴേക്കും അവർ മൊബൈലിൽ ഗിരിധരവർമ്മ തമ്പുരാനെ വിളിച്ചു കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങളും അവർ തമ്പുരാനോട് വിവരിച്ചു. നമ്മുടെ മോൾ ഇപ്പോഴും ആ ഫോട്ടോ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്, അവർ പറഞ്ഞു. അപ്പോൾ രാജേശ്വരി, നമ്മൾ തീർച്ചപ്പെടുത്തുകയാണ്, മരിച്ചുപോയ ഡ്രൈവർ രമണന്റെ വീട്ടിലെ പെൺകുട്ടി അദീനയല്ല, അൽക്ക തന്നെയാണ്. അതെ, തമ്പുരാട്ടി ആവർത്തിച്ചു. അവൾ അദീനയല്ല, അൽക്കയാണ്. അവളെ നമുക്ക് വേണം ഗിരിയേട്ടാ. യെസ്, അവളെ നമുക്ക് വേണം. അത് തന്നെയാണ് എന്റെയും തീരുമാനം. ഗിരിധരവർമ്മയുടെ സ്വരവും ഉറച്ചതായിരുന്നു. രാവിലെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അതിനുവേണ്ടി ടൗണിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു റീമ. മനോഹരമായ ഒരു ഓറഞ്ച് ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുറ്റത്തേക്കിറങ്ങിയ റീമ പെട്ടെന്ന് നിന്നുപോയി. അവിടെ കത്തുന്ന തീപ്പന്തം പോലെ നിൽക്കുന്നു പ്രകാശൻ. സ്വയം രക്ഷയ്ക്ക് വേണ്ടി നീയൊരു പാവ മനുഷ്യനെ ചതിച്ചു. നീ ഇത് കണ്ടോ? നീ ചതിച്ച മനുഷ്യന്റെ ശവമാണിത്. പ്രകാശൻ കയ്യിലിരുന്ന പത്രം റീമയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. കണ്ടോ, ആ ശവത്തിനരികെ ഇരിക്കുന്ന 3 പെൺകുഞ്ഞുങ്ങളെ? അമ്മയും നീ കാരണം അനാഥരായവരാ. കണ്ണു നിറയെ കാണടി. ഇതാ ഇപ്പൊ നന്നായേ. റീമയ്ക്ക് അരിശം വന്നു. പ്രകാശേട്ടൻ എന്തിനാ എപ്പോഴും വന്ന് എന്റെ നേരെ കയർക്കുന്നത്? ഞാനന്ന് തെറ്റ് ചെയ്തെങ്കിൽ അത് അയാൾ കാരണമാണ്. അയാളോട് ആര് പറഞ്ഞു മദ്യപിക്കാൻ? മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നോ? പ്രത്യേകിച്ചും രാത്രിയിൽ. മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ പോലീസ് കൈ കാണിച്ചപ്പോൾ അയാൾക്ക് നിർത്താമായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ വണ്ടിയിൽ കാണുമ്പോൾ പൊയ്ക്കോളാൻ പോലീസ് പറയുമായിരുന്നു. അയാൾ മദ്യപിച്ചതിന് അയാൾ മാത്രമാണ് ഉത്തരവാദി. ഞാൻ അയാളെയല്ല ചതിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏറ്റെടുത്തിട്ട് അയാൾ എന്നെയാണ് ചതിച്ചത്. ഓ, ഇനിയിപ്പോൾ തെറ്റ് അങ്ങോട്ട് കെട്ടിവെച്ചാൽ നിനക്ക് രക്ഷപ്പെടാമല്ലോ അല്ലേ? പ്രകാശൻ പുച്ഛിച്ചു. അഥവാ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ഞാനതിന് പ്രായശ്ചിത്തവും ചെയ്തില്ലേ? അയാളുടെ പേരിലുള്ള കേസ് ഞാൻ ഒഴിവാക്കിച്ചു കൊടുത്തു. നിരപരാധി എന്ന നിലയിൽ അയാളെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും ചെയ്തു. പിന്നെ നാണക്കേട് ഓർത്തിട്ട് അയാൾ ചെന്ന് ട്രെയിനിന്റെ ഇടയിൽ തലവെച്ചതിന് പ്രകാശേട്ടൻ എന്തിനാ എന്റെ മേൽ മെക്കിട്ട് കയറാൻ വന്നത്? റീമ വീറോടെ ചോദിച്ചു. രമണേട്ടൻ അന്തസ്സായി ജീവിച്ച മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു നാറിയ കേസിലകപ്പെട്ടപ്പോൾ നാണക്കേടായി. പോലീസ് സ്റ്റേഷനിൽ കയറുകയും പത്രത്തിൽ ഫോട്ടോ വരികയും ഒക്കെ ചെയ്തില്ലേ? ആ സ്ഥിതിക്ക് ശരിക്കും അപമാനം ഉണ്ടാകുമെടി. പക്ഷേ അതിന്റെ പേരിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലടി. പറക്കമുറ്റാത്ത 3 പെൺകുഞ്ഞുങ്ങളെയും വയസ്സായ അമ്മയും അനാഥരാക്കിയിട്ട് രമണേട്ടന് ട്രെയിനിന്റെ അടിയിൽ തലവെക്കാൻ പറ്റത്തില്ലടി. എനിക്കത് ഉറപ്പാ. പ്രകാശൻ റീമയെ തുറച്ചു നോക്കി. ഇന്നലെ രാത്രി 8 മണിയായപ്പോൾ ഞാനും വിജയേട്ടനും കൂടി രമണേട്ടനെ ഒരു ഓട്ടോയിൽ കയറ്റി വീട്ടിലോട്ട് വിട്ടതാ. എന്നിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രകാശേട്ടൻ എന്തിനാ ഇവിടെ വന്ന് എന്നോട് പറയുന്നത്? റീമയുടെ മുഖം കൂടുതൽ ഗൗരവത്തിലായി. രമണേട്ടൻ ട്രെയിനിന്റെ അടിയിൽ തലവെച്ചത് പുലർച്ചെ 4 മണിക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. വൈകിട്ട് 8 മണിക്ക് ഞങ്ങളോട് യാത്ര പറഞ്ഞ രമണേട്ടൻ പുലർച്ചെ 4 മണി വരെ എവിടായിരുന്നു? പ്രകാശൻ ചോദിച്ചു. ആ, എനിക്കെങ്ങനെ അറിയാം? റീമ കൈമലർത്തി. നീ അങ്ങനെ നല്ല പിള്ളയൊന്നും ചമയണ്ടേ. എനിക്കറിയാം, നീ അറിയാതെ രമണേട്ടൻ ഒന്നും സംഭവിക്കില്ലെന്ന്. പ്രകാശൻ കയർത്തു. ദേ പ്രകാശേട്ടാ, അനാവശ്യം പറയരുത്. റീമ വിരൽ ചൂണ്ടി. ഞാൻ പറയുമടി, ഉറക്കെ പറയും. എനിക്കറിയാം, നിന്റെയൊക്കെ രഹസ്യം പുറത്താകുമെന്ന് പേടിച്ച് നീയും നിന്റെ വല്യവന്മാരും കൂടി രമണേട്ടനെ ട്രെയിനിന്റെ അടിയിലേട്ട് പിടിച്ചിട്ടതല്ലേ? ദേ പ്രകാശേട്ടാ, ഇത്രയും സമയം ഞാൻ പറഞ്ഞതും മര്യാദയ്ക്കാണ്. എന്റെ ക്ഷമ നിങ്ങൾ ഇല്ലാതാക്കരുത്. എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിയന്ത്രണം വിട്ടാൽ നീ എന്നെ എന്നാ ചെയ്യുമടി? അല്ല, അതൊന്ന് കാണണമല്ലോ. എടീ, ഈ പ്രകാശനെ നിനക്ക് ശരിക്കറിയാമല്ലോ. പ്രകാശൻ വെല്ലുവിളിച്ചു. റീമയുടെ മിഴികളിൽ തീയെരിഞ്ഞു. നിങ്ങൾ പോണം പ്രകാശേട്ടാ. അവളുടെ ശബ്ദം ഉയർന്നു. അല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ പൊറുക്കാൻ വന്നതൊന്നുമല്ല. പോകുക. പക്ഷേ നീ ഒന്നോർത്തോ, നീ അനാഥരാക്കിയ 3 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങളുടെ കണ്ണീരിനോട് എന്നെങ്കിലും നിനക്ക് കണക്ക് പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞോളാം, പോരെ? റീമ പുച്ഛത്തോടെ ചോദിച്ചു. പ്രകാശന് രോഷവും സങ്കടവും ഒന്നിച്ചാണ് വന്നത്. അവൻ സ്വയം രാഗി.
എൻ്റെ ഈശ്വര, ഇവളുടെ രാത്രി സഞ്ചാരത്തിന് രമണേട്ടനെ കൂട്ടിന് വിട്ട എൻ്റെ തലയിൽ ഇടത്തി വീഴുകയുള്ളൂ. പ്രകാശൻ സ്വന്തം തലയിൽ തല്ലിക്കൊണ്ട് പുറത്തേക്ക് നീങ്ങി. റീമ പരിഹാസത്തോടെ അവനെ നോക്കി. പുറത്തേക്കിറങ്ങിയ പ്രകാശന് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് വിജയന്റെ അടുത്തെത്തി. എനിക്ക് വയ്യ വിജയേട്ടാ, കണ്ണടച്ചാലും തുറന്നാലും ഒരേ രംഗമാണ്. പല കഷ്ണങ്ങളായി റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന രമണേട്ടൻ. എനിക്കും അത് മറക്കാൻ പറ്റുന്നില്ല പ്രകാശ, സങ്കടത്തോടെ വിജയൻ പറഞ്ഞു. ഇന്നലെ വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇന്നില്ല. ഇല്ലാതായതല്ല വിജയേട്ടാ, രമണേട്ടനെ ഇല്ലാതാക്കിയതാ. ഇല്ലാതാക്കിയോ? ആര്? ആ നായിന്റെ മോളും അവളെ രാത്രി വിളിക്കുന്നവരും ഒക്കെ കൂടി ചെയ്തതാ വിജയേട്ടാ. എടാ പ്രകാശ, വിജയൻ അവന്റെ വായടച്ചു കൈപൊത്തിപ്പിടിച്ചു. ചുമ്മാ വായിൽ വരുന്നത് വിളിച്ചു പറയല്ലേ. തൂണിനും തുരുമ്പിനും ചെവിയുള്ള കാലമാ. ആര് കേട്ടാലും എനിക്കൊന്നുമില്ല. ഞാനിത് പോലീസിനോട് പറയാൻ പോകാ വിജയേട്ടാ. എന്ത്? രമണേട്ടൻ ആത്മഹത്യ ചെയ്തതല്ലെന്ന്. അല്ലെന്ന് പറയാൻ എന്ത് തെളിവാ പ്രകാശ നിന്റെ കയ്യിലുള്ളത്? വിജയൻ അന്താളിച്ചു. വിജയേട്ടാ, രമണേട്ടൻ രാത്രി പിരിയുന്നത് നമ്മുടെ അടുത്തു നിന്നാ. സംഭവിച്ചതിൽ നാണക്കേടുണ്ടെന്ന് രമണേട്ടൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷേ ആത്മഹത്യ ചെയ്യത്തക്ക നിരാശയിലായിരുന്നു രമണേട്ടൻ. വിജയേട്ടൻ പറ. അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇനി രമണേട്ടന് മരിക്കാൻ തോന്നിയെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അത് എപ്പോഴാണ് ചെയ്യാൻ സാധ്യത? നമ്മളോട് യാത്ര പറഞ്ഞ് പോയ ഉടൻ തന്നെയോ, അതോ എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഉണരുമ്പോഴോ? നമ്മളോട് യാത്ര പറഞ്ഞു പോയ ഉടൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇത് ആത്മഹത്യയല്ലെന്ന്, പ്രകാശൻ തീർത്തു പറഞ്ഞു. നമ്മളോട് യാത്ര പറഞ്ഞു പോയ രമണേട്ടൻ നേരെ ശത്രുക്കളുടെ വലയിലാകാം അകപ്പെട്ടത്. അവർ ആ മനുഷ്യനെ കൊന്ന് റെയിൽവേ പാളത്തിൽ ഇട്ട് കാണും. അതായിരിക്കും സംഭവിച്ചത്. അതിന് രമണേട്ടന് ആരാ ശത്രുക്കൾ? വിജയൻ ചോദിച്ചു. വിജയേട്ടാ, വിജയേട്ടൻ ഈ പെൺവാണിഭ സംഘത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. സംശയിക്കപ്പെടാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനും അവർ എന്തും ചെയ്യും. രമണേട്ടൻ ആ പെണ്ണിനെ കൊണ്ടുപോയ ഒരു വീടുണ്ടല്ലോ, അവിടുത്തെ അച്ചായന് തോന്നിക്കാണും കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന്. തൽക്കാലം വിട്ടയച്ചെങ്കിലും സംഭവത്തിന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ പോലീസ് വീണ്ടും രമണേട്ടനെ പിടികൂടില്ലേ? രമണേട്ടൻ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞാൽ ആ അച്ചായൻ കുടുങ്ങില്ലേ? ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം വിജയൻ പറഞ്ഞു. പ്രകാശ, നീ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ തൽക്കാലം നീ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ രമണേട്ടന്റെ അനുഭവം നിനക്കുമുണ്ടാകും. എന്നെ ഒരുത്തനും ഒരു ചുക്കും ചെയ്യത്തില്ല രമണേട്ടാ. ഞാനിത് പോലീസിനോട് പറയുക തന്നെ ചെയ്യും, പ്രകാശൻ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. വിജയൻ അപകടഭീതി തോന്നി. എങ്കിലും അവൻ പ്രകാശനെ തടഞ്ഞില്ല. തടഞ്ഞാൽ പ്രകാശൻ നിൽക്കില്ലെന്ന് അറിയാമായിരുന്നു. മുത്തശ്ശി. ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള കടുങ്കാപ്പിയുമായി അദീന പാച്ചിയമ്മയുടെ അരികിലെത്തി. മുത്തശ്ശി, എണീറ്റേ, ഈ കാപ്പി ഇത്തിരി കുടിക്ക്. കട്ടിലിൽ ഒരു ഷീറ്റ് വലിച്ചിട്ട് മൂടി പുതച്ച് കിടക്കുകയാണ് പാച്ചിയമ്മ. മകന്റെ ദുരന്തം അവരെ വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞിരുന്നു. പാച്ചിയമ്മയെ അദീന പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എണീക്ക് മുത്തശ്ശി. നിർബന്ധത്തിന് വഴങ്ങി അവർ സാവധാനം എഴുന്നേറ്റിരുന്നു. കപ്പിലെ കടുങ്കാപ്പി വാങ്ങി അവർ മെല്ലെ ഊതി കുടിക്കുന്നതിനിടയിൽ പാച്ചിയമ്മ ചുറ്റും ഒന്ന് നോക്കി. ആമി എന്തിയെ മോളെ? ആമി ആര്യം മുറ്റത്തുണ്ട് മുത്തശ്ശി, കളിക്കുക. അവരെന്തെങ്കിലും കഴിച്ചോ മോളെ? ഞാൻ ഇത്ര കഞ്ഞിയുണ്ടാക്കി മുത്തശ്ശി, ഒരു പയറുതോരനും വെച്ചു. അവരത് കഴിച്ചു. നീ കഴിച്ചോ? മുത്തശ്ശിയും കൂടി വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട മോളെ. പാച്ചിയമ്മയ്ക്ക് സങ്കടം ഇരട്ടിച്ചു. അങ്ങനെ പറയല്ലേ മുത്തശ്ശി. മുത്തശ്ശി കാപ്പി കുടിച്ചിട്ടൊന്ന് കുളിച്ചേ, അപ്പോൾ ക്ഷീണം പോകും. എന്നിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. വിശപ്പില്ലെങ്കിലും പാച്ചിയമ്മ അദീനയെ അനുസരിച്ചു. അല്ലെങ്കിൽ അവൾ ഒന്നും കഴിക്കില്ലെന്ന് പാച്ചിയമ്മയ്ക്ക് അറിയാമായിരുന്നു. കഞ്ഞി കുടിക്കുമ്പോൾ പാച്ചിയമ്മ അദീനയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മിഴികൾ തുളുമ്പിയിരുന്നു. മോളെ, നാളെ മുതൽ നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? അദീനയ്ക്ക് പിന്നെയും സങ്കടം വന്നു. ഇനി എങ്ങനെയാ മുത്തശ്ശി ഞങ്ങൾ സ്കൂളിൽ പോകുന്നേ? ബസ്സിൽ പോകണമെങ്കിൽ ദിവസവും പൈസ വേണ്ടേ? അതിന് ഞങ്ങൾക്ക് ആര് തരാനാ മുത്തശ്ശി? ഭീതിതമായ ഒരു സത്യമാണ് അദീന മലർക്കെ തുറന്നതെന്ന് പാച്ചിയമ്മയ്ക്ക് തോന്നി. സ്കൂളിൽ പോകാനുള്ള വണ്ടിക്കൂലി മാത്രമല്ല ഇല്ലാതായത്. നാളെ മുതൽ ഈ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ ആരെങ്കിലും കനിയണം. പക്ഷെ ആര്? പിറ്റേന്ന് പുലർച്ചെ തോട്ടുങ്കൽ ട്രാവൽസിലേക്ക് വിജയൻ എത്തിയപ്പോൾ നേരെ മുമ്പിൽ നിൽക്കുന്നു കുഞ്ഞച്ചൻ സാർ. ഇതെന്താ വിജയ, ഇവിടെ ജോലി ചെയ്യുന്നവനൊക്കെ ട്രെയിനിന്റെ അടിയിലോട്ട് തല വെക്കുന്നത്? എന്താ കുഞ്ഞച്ചൻ സാറേ? വിജയൻ അമ്പരുന്നു. ആദ്യം രമണനായിരുന്നു, ഇപ്പൊ ദേ പ്രകാശനും റെയിൽവേ പാളത്തിൽ കിടക്കുന്നു. വിജയൻ ഞെട്ടിപ്പോയി. പ്രകാശൻ ട്രെയിനിന്റെ അടിയിൽ തല വെച്ചെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. രമണന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസിനോട് പറയാൻ പോയതാണവൻ. ഈശ്വരാ, അതറിഞ്ഞ് ആരെങ്കിലും പ്രകാശനെ കൊന്നിട്ടതാണോ?
വിജയൻ റെയിൽവേ ട്രാക്കിലേക്ക് ഓടി. രമണന്റെ ശരീരം കിടന്നതുപോലെ ചിന്നിച്ചിതറി മാംസത്തുണ്ടുകൾ മെറ്റൽ കൂനയിൽ കിടക്കുന്നു. ചോരപ്പാടുകളിൽ ഈച്ച അരിക്കുന്നു. വിജയൻ നെഞ്ചിൽ കൈവച്ചു. ആരാണിത് ചെയ്തത്? ആരായാലും അതേ ആൾ തന്നെ, രമണേട്ടനെ കൊന്ന അതേ ആൾ. ഏതോ വലിയ രഹസ്യം മറയ്ക്കാൻ. ഞാനിതാ എത്തിക്കഴിഞ്ഞു രാജേശ്വരി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗിരിധരവർമ്മ കോൾ കട്ടാക്കി. നിമിഷങ്ങൾക്കുള്ളിൽ കിങ്സ് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ അദ്ദേഹത്തിന്റെ ഫോർച്യൂണർ വന്നു നിന്നു. ഡ്രൈവർ ഉണ്ടെങ്കിലും അയാളെ വണ്ടിയിൽ തൊടുവിക്കുന്ന പതിവ് ഗിരിധരവർമ്മയ്ക്കില്ല. എത്ര ദൂരേക്കായാലും സ്വയം ഓടിക്കും, അതാണിഷ്ടം. അജാനുബാഹുവാണ് ഗിരിധരവർമ്മ. നന്നേ വെളുത്ത രാജകലയുള്ള മുഖം. ക്ലീൻ ഷേവ് ചെയ്ത് ഖദർ സിൽക്ക് ഷർട്ടും കസവ് ഡബിളും ധരിച്ചാണ് എപ്പോഴും നടക്കുക. തല ഒട്ടും നരച്ചിട്ടില്ല. കാറിൽ നിന്നിറങ്ങിയ ഗിരിധരവർമ്മ പ്രൗഢിയോടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നീങ്ങി. വിസിറ്റിംഗ് റൂമിലെ സെറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു രാജരാജേശ്വരിയും മാളവികയും. ഭവ്യതയോടെ ഇരുവരും എഴുന്നേറ്റു. ഡോക്ടർ എന്തു പറഞ്ഞു? ഭാര്യയെ കണ്ടയുടൻ ഗിരിധരവർമ്മ ചോദിച്ചു. ഡോക്ടർ വൈശാഖൻ മോളെ പരിശോധിക്കുകയാണ്. ഡോക്ടർ ലിസി പോളും കൂടെയുണ്ട്, രാജരാജേശ്വരി തമ്പുരാട്ടി പറഞ്ഞു. അവർ ഇരുവരും സംസാരിക്കുന്നതിനാൽ മാളവിക റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് മാറി നിന്നു. രാജരാജേശ്വരി തമ്പുരാട്ടി സെറ്റിയിലേക്ക് വീണ്ടും ഇരുന്നു. എതിരെ കിടന്ന സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ഗിരിധരവർമ്മ ചോദിച്ചു. പിന്നെ എന്തിനാ രാജേശ്വരി എന്നെ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചത്? ഡോക്ടർ വൈശാഖൻ പരിശോധന പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്കും ഗിരിയേട്ടൻ ഇവിടെ എത്തുമോ എന്ന് ഞാൻ ശങ്കിച്ചു. നമ്മുടെ മോളെക്കുറിച്ച് ഡോക്ടർ പറയുമ്പോൾ ഗിരിയേട്ടനും ഒപ്പമുണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഗിരിധരവർമ്മ ചിരിച്ചു. എന്താ രാജേശ്വരി ഇത്? നിനക്കറിയില്ലേ ഡ്രൈവിംഗിലെ എൻ്റെ ക്രേസ്? എൻ്റെ ഈ വലത് കാലിനും ആക്സിലേറ്ററിനും ഇടയിൽ ദൂരം ചുരുങ്ങി ചെറുതാകാൻ സമയം കുറച്ചു മതിയെന്ന് നിനക്കറിയില്ലേ? അതെനിക്കറിയാം. എങ്കിലും വിളിച്ചെന്നേയുള്ളൂ. നമ്മുടെ മോളുടെ ജീവനും ജീവിതവുമൊക്കെ ഇപ്പോഴും ഒരു നൂൽപ്പാലത്തിലാണ്. അതോർത്തിട്ട് എൻ്റെ നെഞ്ചു പൊട്ടുന്നു. ഈ സ്ഥിതിയിൽ ഗിരിയേട്ടൻ അടുത്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. രാജരാജേശ്വരിയുടെ മുഖത്ത് ദുഃഖം ഉരുണ്ടുകൂടുന്നത് ഗിരിധരവർമ്മ കണ്ടു. എഴുന്നേറ്റ് മെല്ലെ സെറ്റിയിലിരുന്നു കൊണ്ട് അദ്ദേഹം അവരുടെ കവിളിൽ മെല്ലെ തട്ടി. രാജേശ്വരി, എന്താണിത് ചെറിയ പെൺകുട്ടികളെ പോലെ? ബി ബ്രേവ്, ആരേലും കാണില്ലേടോ? അദ്ദേഹം സ്നേഹാർദ്രമായി അവരെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചു. ഇതൊരു ഹോസ്പിറ്റലല്ലേ, കരയാതെ. ചെമ്പൂർ രാജഭഗ്നിയല്ലേ നീ, അത് മറക്കണ്ട. മെല്ലെ ഭർത്താവിന്റെ കരങ്ങൾ വിടുവിച്ചുകൊണ്ട് അവർ തുടർന്നു. ശരിയാ, ഞാൻ ചെമ്പൂർ രാജഭഗ്നിയാണ്. ഗിരിയേട്ടൻ രാജാവും. നമ്മുടെ വിരൽത്തുമ്പിലും നാവിൻ തുമ്പിലും ആജ്ഞകളുണ്ട്. അത് അപ്പാടെ അനുസരിക്കാൻ കോവിലകം മുഴുവൻ കാതോർക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തൊരു വിധിയാണ് ഗിരിയേട്ട നമ്മുടേത്. രാജരാജേശ്വരിയുടെ മിഴികൾ തുളുമ്പി. ഇത്രയൊക്കെ സങ്കടപ്പെടാനും അനുഭവിക്കാനും നമ്മൾ എന്ത് മഹാപാപമാ ഗിരിയേട്ട ചെയ്തത്? നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല രാജരാജേശ്വരി, ഗിരിധരവർമ്മ പറഞ്ഞു. പെട്ടെന്ന് ഉള്ളിലുണ്ടായ പരിങ്ങൽ മുഖത്തുനിന്ന് മറിക്കാൻ ഗിരിധരവർമ്മ വല്ലാതെ പാടുപെട്ടു. രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ കവിളിലൂടെ ഒഴുകിയ മിഴിനീർ ചൂണ്ടുവിരൽ നീട്ടി അദ്ദേഹം തുടച്ചു. അയ്യേ, തമ്പുരാട്ടി കരയുവോ? പെട്ടെന്ന് ഡോക്ടർ ലിസി പോൾ അങ്ങോട്ട് വന്നു. ഹേയ്! രാജരാജേശ്വരി വേഗം ടൗവലെടുത്ത് കണ്ണുകൾ ഒപ്പി. മോളെക്കുറിച്ച് ഓർത്തിട്ടാണ് ഡോക്ടർ, ഗിരിധരവർമ്മ പറഞ്ഞു. ഡോക്ടർ വൈശാഖൻ നമ്മുടെ അവസാന പ്രതീക്ഷയല്ലേ? പരിശോധന കഴിഞ്ഞ് അദ്ദേഹം എന്തു പറയുമെന്ന് ഒരു ഭയം. ഡോക്ടർ ലിസി പോൾ ഇരുവരെയും അനുതാപത്തോടെ നോക്കിയിട്ട് പറഞ്ഞു. വൈശാഖൻ സാർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേരും റെസ്റ്റ് റൂമിലേക്ക് വരാമോ? വൈ നോട്ട്, ഗിരിധരവർമ്മ പറഞ്ഞു. ഡോക്ടർ ലിസി പോളിനൊപ്പം ഗിരിധരവർമ്മയും രാജരാജേശ്വരി തമ്പുരാട്ടിയും നടന്നു. ലക്ഷറി സൗകര്യമുള്ള റെസ്റ്റ് റൂമിലെ സെറ്റിയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു ഡോക്ടർ വൈശാഖൻ. ഇരുനിറമുള്ള അദ്ദേഹത്തിന്റെ മുഖം പ്രൗഢഗംഭീരമായിരുന്നു. തലയിൽ ലേശം കഷണ്ടി കയറിയിട്ടുണ്ട്. ആഗതരെ കണ്ടപാടെ വൈശാഖൻ ആദരവോടെ എഴുന്നേറ്റു. ചെമ്പൂർ കോവിലകത്തെ രാജരാജേശ്വരി തമ്പുരാട്ടിയും ഗിരിധരവർമ്മ തമ്പുരാനും അല്ലേ? ഒരു ഷെയ്ഖാൻഡിനായി ഡോക്ടർ വൈശാഖൻ വലതുകരം നീട്ടി. തമ്പുരാൻ ആ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ആരുഷിയെക്കുറിച്ച് ഗിരിധരവർമ്മ തിടുക്കം കൂട്ടി. ഇരിക്ക്. ഡോക്ടർ ചിരിച്ചു. ഗിരിധരവർമ്മയും രാജരാജേശ്വരിയും ഇരുന്നു. ഡോക്ടർ ലിസി പോളും അരികിലുള്ള സെറ്റിയിലിരുന്നു. ഡോക്ടർ വൈശാഖൻ തന്റെ മുന്നിലിരിക്കുന്ന തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. ചെങ്കോലും കിരീടവും രത്നപണ്ടാമരങ്ങളും ഒന്നുമില്ലെങ്കിലും രാജരക്തത്തിന്റെ ആഠ്യത്വം വിളങ്ങുന്ന മുഖങ്ങൾ. വൈശാഖൻ ആദരവോടെ സാവധാനം പറഞ്ഞു.
ആരുഷിയെ ഞാൻ പരിശോധിച്ചു. ശരിക്കു പറഞ്ഞാൽ 4-5 മണിക്കൂർ തന്നെ അതിനായി എടുത്തു. പക്ഷേ ഒരു നിഗമനത്തിലെത്തി. ശരിയായ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കണമെങ്കിൽ തമ്പുരാട്ടിയും തമ്പുരാനും എന്നോട് പൂർണ്ണമായി സഹകരിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ? ഗിരിധരവർമ്മ ചോദിച്ചു. ആരുഷി എങ്ങനെ ഇപ്പോഴത്തെ സ്റ്റേജിലെത്തി? എന്താണ് കാരണം? അത് കൃത്യമായി അറിഞ്ഞേ പറ്റൂ, ഡോക്ടർ പറഞ്ഞു. അത് ഗിരിധരവർമ്മയുടെയും രാജരാജേശ്വരി തമ്പുരാട്ടിയുടെയും മുഖങ്ങൾ ഒരുപോലെ മങ്ങി. ഡോക്ടർ ലിസിയും വൈശാഖനും അത് ശ്രദ്ധിച്ചു. സർ, സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ, ഡോക്ടർ ലിസി ഇപ്പോൾ പറഞ്ഞു. അതുപോരാ ലിസി, വൈശാഖൻ ഗൗരവത്തിലായി. കാരണം നമ്മുടെ ട്രീറ്റ്മെന്റ് ഒരാളുടെ ശരീരത്തിലല്ലല്ലോ. ബ്ലഡ് ടെസ്റ്റോ എക്സ്റേയോ സ്കാനിംഗ് റിപ്പോർട്ടോ നോക്കി നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അറിയാൻ സാർ? യെസ്, നമ്മുടെ ട്രീറ്റ്മെന്റ് മനസ്സിലാണ്, ചിന്താ വ്യാപാരങ്ങളിലാണ്. അതുകൊണ്ട് മനസ്സിലും ചിന്തകൾക്കും ആഘാതമുണ്ടാക്കുന്ന എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ പേഷ്യന്റ് കടന്നുപോയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ശരിയായ ട്രീറ്റ്മെന്റ് സാധ്യമാവൂ. ശരിയാണ് സാർ, എനിക്കറിയാം. എങ്കിൽ പറയൂ. ഡോക്ടർ വൈശാഖൻ ഗിരിധരവർമ്മയുടെ നേർക്ക് തിരിഞ്ഞു. ചെമ്പൂർ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സുരക്ഷിതമായിരിക്കേണ്ട ആരുഷി തമ്പുരാട്ടി എങ്ങനെ കിംസ് ഹോസ്പിറ്റലിലെ മെന്റൽ വാർഡിലെത്തി? പറയാൻ ഡോക്ടർ. ഗിരിധരവർമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഡോക്ടറോട് ഞങ്ങൾ ഒന്നും മറയ്ക്കുന്നില്ല. ഡോക്ടർ താല്പര്യത്തോടെ നോക്കി. ആരുഷി ഞങ്ങൾക്ക് പിറന്ന ഒറ്റ മോളാണ്. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവൻ പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചും കിട്ടിയ മകൾ. ചെമ്പൂർ കൊട്ടാരത്തിന്റെ അനന്തരാവകാശി, അടുത്ത സ്ഥാനപതി. ഞാൻ കഴിഞ്ഞാൽ അടുത്ത റാണിപ്പട്ടം അവൾക്കാണ്, ഗിരിധരവർമ്മ പറഞ്ഞു. മനസ്സിലായി. ഞങ്ങളുടെ രണ്ടുപേരും നെഞ്ചിൽ ചേർത്ത് വെച്ചാണ് ഡോക്ടർ അവളെ വളർത്തിയത്, രാജരാജേശ്വരി തമ്പുരാട്ടി പറഞ്ഞു. ഞങ്ങളെക്കാൾ കാര്യപ്രാപ്തിയും ബുദ്ധിശക്തിയും അവൾക്കുണ്ടായിരുന്നു, സൗന്ദര്യവും. ഈ അവസ്ഥയിലും ആരുഷി അതീവ സുന്ദരി തന്നെയാണ്, ഡോക്ടർ ലിസി പോൾ പറഞ്ഞു. യെസ്, ഞാനത് ശ്രദ്ധിച്ചു. ഡോക്ടർ വൈശാഖൻ ചിരിച്ചു. പഠനത്തിലും മോൾ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഒന്നാമത്. അങ്ങനെ വേണമെന്ന വാശിയും ഉണ്ടായിരുന്നു അവൾക്ക്, ഗിരിധരവർമ്മ പറഞ്ഞു. എല്ലാ കാര്യത്തിലും അവൾക്ക് ആ വാശിയുണ്ടായിരുന്നു, തമ്പുരാട്ടി അറിയിച്ചു. ഇഷ്ടപ്പെടുന്നതെന്തും അവൾക്ക് കിട്ടണം, കിട്ടിയേ തീരൂ. അങ്ങനെ ഇഷ്ടപ്പെട്ട് അവൾ ആവശ്യപ്പെട്ട ഒരാളാണ് ജോഷി ജോൺ, ഗിരിധരവർമ്മ പറഞ്ഞു. ജോഷി ജോൺ, ഹെർ ഹസ്ബൻഡ്? അതെ, ഭർത്താവ്, ഗിരിധരവർമ്മ പറഞ്ഞു. അതെങ്ങനെ സംഭവിച്ചു? ചെമ്പൂർ കൊട്ടാരത്തിന്റെ ഉടമസ്ഥതയിൽ 4-5 ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്. അറിയാം. ചെമ്പൂർ സിൽക്സ് അല്ലേ? അതെ. അത് ഇവിടെ മാത്രമല്ല, 6-7 ജില്ലകളിലുണ്ട്. നല്ല സെയിലുമാണ്. എനിക്കറിയാം. ഷോപ്പുകളിൽ ഇപ്പോൾ മത്സരമാണല്ലോ. മറ്റു ഷോപ്പുകളിൽ ഇല്ലാത്ത തരം ഫാഷൻ ഡ്രസ്സുകൾ ചെമ്പൂർ സിൽക്സിൽ വേണമെന്ന് ആരുഷി ഷടിച്ചു. അതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ PG എടുക്കണമെന്ന് അവൾ പറഞ്ഞു. ബാംഗ്ലൂരോ മുംബൈയിലോ ദില്ലിയിലോ പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം. ഫാഷൻ ഡിസൈനിങ്ങിൽ മോൾക്ക് നല്ല ടാലന്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാനും രാജേശ്വരിയും അവളെ വിലക്കി. അവളെ ദൂരെ വിടാനും പിരിഞ്ഞിരിക്കാനും ഞങ്ങൾക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഉയർന്ന ശമ്പളം കൊടുത്ത് ഏറ്റവും മുന്തിയ ഫാഷൻ ഡിസൈനേഴ്സിനെ ചെമ്പൂർ സിൽക്സിൽ നിയമിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അവൾ സമ്മതിച്ചില്ല. വാശിയായിരുന്നു മോൾക്ക്, തമ്പുരാട്ടി പറഞ്ഞു. സ്വയം ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ കടയിൽ നിർത്തിവെച്ചേ തീരൂ എന്നായി അവൾ. ഒടുവിൽ അവളുടെ വാശി തന്നെ ജയിച്ചു. അവൾ മുംബൈയിലേക്ക് പോയി. 4 വർഷത്തെ കോഴ്സ്. അതിനിടയിൽ മോളെ കറക്കിയെടുത്തവനാണ് ജോഷി ജോൺ, ഗിരിധരവർമ്മ പറഞ്ഞു. അത് ശരി, ഡോക്ടർ വൈശാഖൻ പുഞ്ചിരിച്ചു. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ഒരു പ്ലാന്ററുടെ 8 മക്കളിൽ ഇളയവനാണവൻ. ചെമ്പൂർ കൊട്ടാരത്തിന്റെ പൂമുഖം വരെയേ ഒരു ക്രിസ്ത്യാനിക്ക് പ്രവേശനമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്നോളം ഒരാളും കയറിയിട്ടില്ല. കൊട്ടാരത്തിന്റെ എല്ലാ ചിട്ടകളും മുറുകെ പിടിച്ച് തന്നെയാണ് മോൾ വളർന്നത്. പക്ഷേ മുംബൈ പോലൊരു നഗരത്തിന്റെ സ്വാധീനം കൊണ്ടാവാം അവൾ വല്ലാതെ മാറിപ്പോയി, പ്രത്യേകിച്ചും ജോഷി ജോണിന്റെ കാര്യത്തിൽ. കുട്ടിക്ക് ആ പയ്യനെ തന്നെ മതി എന്ന് പറഞ്ഞു അല്ലേ? ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. പറഞ്ഞെന്ന് മാത്രമല്ല, അവന് വേണ്ടി ഞങ്ങളോട് അവൾ യുദ്ധവും ചെയ്തു. ഒറ്റ മകളാണെന്ന് കരുതി അവൾ ചെയ്യുന്നത് എന്തു സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു ഡോക്ടർ. രാജരാജേശ്വരി സങ്കടപ്പെട്ടു. കാരണം അവളുടെ മാതാപിതാക്കൾ മാത്രമായിരുന്നില്ല ഞങ്ങൾ. ചെമ്പൂർ കൊട്ടാരത്തിലെ രാജാവാണ് ഗിരിയേട്ടൻ, ഞാൻ രാജ്ഞിയും. രാജഭരണമായിരുന്നെങ്കിൽ പ്രജകളുടെ കാണപ്പെട്ട ദൈവമായിരുന്നു ഞങ്ങൾ. ഭരണം പോയെങ്കിലും ഇന്നും സ്ഥാനമുണ്ട്. പ്രജകൾക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യവും ചെമ്പൂർ കൊട്ടാരത്തിലുള്ള ഒരാളും ചെയ്തുകൂടാ. അപ്പോൾ ആ വിവാഹത്തിന് നിങ്ങൾ സമ്മതം നൽകിയില്ല അല്ലേ? ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. ഇല്ല, ഗിരിധരവർമ്മ പറഞ്ഞു. ഞങ്ങളവളെ കൊട്ടാരത്തിലെ നിലവറയ്ക്കുള്ളിൽ പൂട്ടിയിട്ടു. ഓ, എന്നിട്ട്? നിലവറയ്ക്കുള്ളിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു.
ആത്മഹത്യ? എങ്ങനെ? കയ്യിലെ ഞരമ്പ് മുറിച്ച്. എന്നിട്ട് മോളെ ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കി. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് ജോഷിയെ ഉപേക്ഷിക്കാനാവില്ലെന്ന്. പകരം അവളെ നിങ്ങൾ ഉപേക്ഷിച്ചു അല്ലേ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഞങ്ങളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു. ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് അവൾ കടന്നത്. പിന്നീട് അറിഞ്ഞു ജോഷി അവളെ വിവാഹം ചെയ്തു മുംബൈയിൽ താമസമാക്കിയെന്ന്. തമ്പുരാനും തമ്പുരാട്ടിയും അവരെ കാണാൻ പോയോ? ഇല്ല. അവർ കൊട്ടാരത്തിൽ വന്നോ? ഇല്ല, ഒരിക്കലും. നീണ്ട 12 വർഷം അവൾ ഞങ്ങളെയും ഞങ്ങൾ അവളെയും ഉപേക്ഷിച്ച് ജീവിച്ചു. ഗിരിധരവർമ്മ പറയുമ്പോൾ രാജരാജേശ്വരി തമ്പുരാട്ടി വിതുമ്പുകയായിരുന്നു. ഇത് കണ്ടോ രാജേശ്വരിയുടെ സങ്കടം? 12 വർഷവും ഞങ്ങളിങ്ങനെ കരഞ്ഞാണ് ജീവിച്ചത്. ഗിരിധരവർമ്മ പറഞ്ഞു. കൺമുമ്പിൽ കണ്ടില്ലെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും അവൾക്ക് സുഖമായിരിക്കണേ എന്നായിരുന്നു ഡോക്ടർ ഞങ്ങളുടെ പ്രാർത്ഥന. കണ്ണീർ തുടച്ചുകൊണ്ട് രാജരാജേശ്വരി പറഞ്ഞു. ആരുഷിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടും തമ്പുരാനും തമ്പുരാട്ടിയും അവരോട് ക്ഷമിക്കാതിരുന്നതും അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാതിരുന്നതും എന്നെ അമ്പരപ്പെടുത്തുകയാണ്, ഡോക്ടർ വൈശാഖം പറഞ്ഞു. കുഞ്ഞു ജനിച്ചത് ഞങ്ങൾ അറിഞ്ഞു. ആ കുഞ്ഞിനെ കാണാനും എടുത്തു താലോലിക്കാനും ഞാനും രാജേശ്വരിയും എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഡോക്ടർ. പക്ഷേ ഗിരിധരവർമ്മ നെടുവീർപ്പിട്ടു. നീണ്ട 12 വർഷം ആഗ്രഹിച്ചും വേദനിച്ചും ഞങ്ങൾ കഴിഞ്ഞു. പക്ഷെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചില്ല. ജോഷി ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമായിരുന്നു അത്. നൂറ്റാണ്ടുകളായുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത് വിപരീതമായതുകൊണ്ട് മാത്രം. പ്രജകൾക്ക് മുമ്പിൽ രാജാവിന്റെ തല കുനിയുന്നത് ധാർമ്മികമല്ലല്ലോ. ഗിരിധരവർമ്മയുടെ കണ്ണുകളിൽ നനവൂറി, ചുണ്ടുകൾ വിറകൊണ്ടു. ഞങ്ങളുടെ പൊന്നുമോൾ അവന്റെ കൂടെ പോയതിന്റെ 12-ാം വർഷം വലിയൊരു ദുരന്തമുണ്ടായി ഡോക്ടർ. ഗിരിധരവർമ്മ മെല്ലെ പറഞ്ഞു. എങ്ങനെ? ഒരാക്സിഡന്റ് ആണ്. അതിലൂടെ അവനും അവന്റെ മോളും ഭൂമിയിൽ ഇല്ലാതായി. എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്? അവർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ലോറി തട്ടി ശാസ്താംകോട്ട കായലിലേക്ക് മറിയുകയായിരുന്നു. ഡോക്ടർ വൈശാഖൻ അമ്പരന്നു. മുംബൈയിൽ താമസിക്കുന്നവർ എങ്ങനെ കേരളത്തിലെ ശാസ്താംകോട്ട കായലിൽ വീണു? അത് ജോഷിയുടെ ഫാദർ മരിച്ചു. അതുകൊണ്ട് നാട്ടിലെത്തിയതാണവർ, ഗിരിധരവർമ്മ പറഞ്ഞു. മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് മുംബൈയിലേക്ക് മടങ്ങുന്നതിന് മുമ്പായിരുന്നു അപ്രതീക്ഷിതമായ ആ ദുരന്തം. ഡോക്ടർ വൈശാഖനും ഡോക്ടർ ലിസി പോളും ഗിരിധരവർമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അരികിലിരുന്ന രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ സങ്കടം മനസ്സിലാക്കിയെങ്കിലും ഗിരിധരവർമ്മ തുടർന്നു. ജോഷിയുടെ ഒരു സുഹൃത്ത് കൊല്ലത്തുണ്ട്. എന്തോ ബിസിനസ് കാര്യം സംസാരിക്കാൻ ജോഷി അയാളുടെ വീട്ടിലേക്ക് പോയതാണ്. കേരളത്തിന്റെ ഭംഗി കാണണമെന്ന് പറഞ്ഞ് അൽക്കമോളും കൂടെ കാറിൽ കയറി. ആരുഷി തടഞ്ഞിട്ടും അവൾ കൂട്ടാക്കിയില്ല. സുഹൃത്തിനെ കണ്ട ശേഷം അൽക്കയ്ക്ക് വേണ്ടി അവർ കൊല്ലത്ത് കുറെ ചുറ്റിക്കറങ്ങി. രാത്രിയിലുള്ള മടക്കയാത്രയിലായിരുന്നു അപകടം. അവർ കൊല്ലത്തു നിന്നും മടങ്ങി അധികം വൈകും മുമ്പ് ആക്സിഡന്റ് നടന്നു അല്ലേ? ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. അതെ, ശാസ്താംകോട്ട കായലിന് കുറുകെയുള്ള പാലത്തിൽ നിന്ന് കാർ താഴേക്ക് വീഴുകയായിരുന്നു. രാത്രി ആയതുകൊണ്ട് രക്ഷാപ്രവർത്തകർ കാർ മുകളിലേക്ക് ഉയർത്തിയെടുക്കുമ്പോഴേക്കും ജോഷി മരിച്ചിരുന്നു. കാറിനുള്ളിൽ മോൾ ഉണ്ടായിരുന്നില്ല. കാർ ഡോർ തുറന്ന് മോൾ വെള്ളത്തിലേക്ക് വീണുപോയിട്ടുണ്ടാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. അവളുടെ ശരീരത്തിനായി 2-3 ദിവസം തെരച്ചിൽ നടത്തി. പക്ഷേ കിട്ടിയില്ല. ഇതുവരെ അൽക്കമോളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ആ അപകടം സ്വാഭാവികമോ അതോ കരുതിക്കൂട്ടി നടപ്പാക്കിയതോ? തമ്പുരാന് എന്തു തോന്നുന്നു? അത് ഗിരിധരവർമ്മ ഒരു നിമിഷം കഴിഞ്ഞാണ് മറുപടി പറഞ്ഞത്. കൃത്യമായി ഒന്നും പറയാനാവില്ല. കാരണം അന്നുവരെ അവരും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് അല്ലേ? അതെ, അങ്ങനെയായിരുന്നു ഞങ്ങൾ കരുതിയത്. അതുകൊണ്ട് അപകടവിവരം അറിഞ്ഞതുപോലും പത്രവാർത്തയിൽ നിന്നാണ്. വാർത്തയറിഞ്ഞ് തമ്പുരാനും തമ്പുരാട്ടിയും അന്വേഷിച്ചു പോയോ? ഞങ്ങൾ പോയില്ല. ഉത്തരം പറഞ്ഞത് രാജരാജേശ്വരി തമ്പുരാട്ടിയാണ്. പോകണമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു. പക്ഷെ ഗിരിയേട്ടൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ആരുഷിയെ നിങ്ങൾ തിരിച്ചെടുത്തത് എങ്ങനെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മെന്റൽ വാർഡിൽ എൻ്റെ മോളുണ്ട്. അമർഷത്തോടെ ഗിരിധരവർമ്മ തുടർന്നു. അവന്റെ വീട്ടുകാർ റാസ്കൽസ്. ഭർത്താവും കുഞ്ഞും ഒരുമിച്ച് നഷ്ടപ്പെട്ടപ്പോൾ സമനില തെറ്റിപ്പോയ ആരുഷി വളരെ പെട്ടെന്ന് അവർക്ക് ബാധ്യതയായി. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിട്ട് എൻ്റെ അഡ്രസ്സും കൊടുത്ത് അവർ കടന്നു കളഞ്ഞു. പുകഞ്ഞ കൊള്ളി പുറത്താണെന്ന് കരുതാൻ അപ്പോൾ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല ഡോക്ടർ, അതാണ് സത്യം. അവളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കും രാജേശ്വരിക്കും വരാനും നോക്കാനും ഇതാണ് സൗകര്യം. അത് നന്നായി. ഇവിടെയാകുമ്പോൾ എന്തുകൊണ്ടും ഒരു സ്വകാര്യത കിട്ടും. ഡോക്ടർ വൈശാഖൻ സമ്മതിച്ചു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം ചോദിച്ചു. ആരുഷിക്ക് രോഗം ആരംഭിച്ചത് ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മരണം അറിഞ്ഞപ്പോഴാണോ, ബോഡി കണ്ടപ്പോഴാണോ, അതിനുശേഷമാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല അല്ലേ? ഇല്ല ഡോക്ടർ,
അതറിയാതെ ഞങ്ങളുടെ മോളെ രക്ഷിക്കാനാവില്ലേ ഡോക്ടർ? രാജരാജേശ്വരി തമ്പുരാട്ടി സങ്കടത്തോടെ ചോദിച്ചു. ഒരു ദിവസം കൂടി എനിക്ക് തന്നാൽ ഉത്തരം പറയാം, ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം കൂടിയോ? യെസ്, ഡോക്ടർ പറഞ്ഞു. കിട്ടിയ വിവരങ്ങളുടെ വിശദാംശങ്ങൾ വെച്ച് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ആരുഷിയെ ഒന്നുകൂടി പരിശോധിക്കുകയും വേണം. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ശരി, ഗിരിധരവർമ്മ സമ്മതിച്ചു. അപ്പോൾ നാളെ നമുക്ക് കാണാം ഡോക്ടർ. തീർച്ചയായും. രാജരാജേശ്വരിയെയും കൂട്ടി ഗിരിധരവർമ്മ വാതിൽക്കലേക്ക് നടന്നു. മാളവിക അപ്പോഴും വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് നടക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്നുള്ള വിളി. തമ്പുരാൻ. ഗിരിധരവർമ്മ നിന്നു. ഒരു മിനിറ്റ് പ്ലീസ്, ഡോക്ടർ പറഞ്ഞു. രാജേശ്വരി, ഞാനിതാ വരുന്നു, പറഞ്ഞിട്ട് ഗിരിധരവർമ്മ തിരിച്ച് റൂമിലേക്ക് കയറി. ഡോക്ടർ ലിസി പോൾ അപ്പോൾ റൂമിലുണ്ടായിരുന്നില്ല. എന്താ ഡോക്ടർ? ഗിരിധരവർമ്മ ചോദിച്ചു. ശാസ്താംകോട്ടക്കായലിലെ കാർ ആക്സിഡന്റ് സ്വാഭാവികമോ അതോ നടപ്പാക്കിയതോ എന്ന് കൃത്യമായി പറയാനാവില്ലെന്നല്ലേ തമ്പുരാൻ മുമ്പ് പറഞ്ഞത്? നിഗൂഢമായ ഒരു ചിരി ചുണ്ടിലൊളിപ്പിച്ച് ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. അതെ. തമ്പുരാൻ ആ വാർത്ത അറിഞ്ഞത് പത്രത്തിൽ നിന്നാണല്ലേ? അതെ. അതും ഞാൻ പറഞ്ഞതാണല്ലോ ഡോക്ടർ. പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ആ ആക്സിഡന്റ് സ്വാഭാവികമായി ഉണ്ടായതല്ലെന്ന്. ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ. ആസൂത്രിതമായ കൊലപാതകം. ജോഷി എന്ന ചെറുപ്പക്കാരനെയും അയാളുടെ കുഞ്ഞിനെയും ഈ ലോകത്തു നിന്നും പറഞ്ഞുവിടാൻ നടത്തിയ കൊട്ടേഷൻ മർഡർ. ഡോക്ടർ വൈശാഖൻ ഗൂഢമായ ചിരിയോടെ തുടർന്നു. അത് നടക്കുമെന്ന് തമ്പുരാന് നേരത്തെ അറിയാമായിരുന്നു. നടന്നപ്പോൾ ആ വിവരവും തമ്പുരാൻ കൃത്യമായി തന്നെ അറിഞ്ഞു. അതായത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ. ആമൈ കറക്റ്റ്? ഗിരിധരവർമ്മ ഇടിവെട്ടേറ്റതുപോലെ നിന്നു. ഡോക്ടർ വൈശാഖൻ, നിങ്ങൾ പറയുന്നത്? ഗിരിധരവർമ്മയുടെ ഉടലാകെ ഒന്ന് വിറച്ചു. ഞാൻ പറയുന്നത് സത്യം മാത്രം. നോ, നിങ്ങളോട് ആര് പറഞ്ഞു ഈ അസംബന്ധം? ഗിരിധരവർമ്മയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്നോട് ആരും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് അസംബന്ധവുമല്ല. ഡോക്ടർ മുഖത്തെ ചിരി മാഞ്ഞു. തമ്പുരാൻ, ഞാൻ വെറും ഒരു സൈക്യാട്രിസ്റ്റ് അല്ല. ഓരോ കേസിലും മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മ ചലനങ്ങൾ പോലും അപഗ്രഥിച്ച് പഠിക്കുന്നത് എൻ്റെ രീതിയാണ്. പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകളെ വശീകരിച്ചെടുത്ത ജോഷിയെക്കുറിച്ചും അയാളുടെ മരണത്തെക്കുറിച്ചും തമ്പുരാൻ സംസാരിച്ചപ്പോൾ ഞാനത് കേൾക്കുകയായിരുന്നില്ല. തമ്പുരാന്റെ ഉള്ളു തുറന്ന് കാണാൻ ശ്രമിക്കുകയായിരുന്നു. ഗിരിധരവർമ്മ തമ്പുരാന്റെ നെഞ്ചിൽ ഭയം നിറഞ്ഞു. തമ്പുരാൻ ഭയപ്പെടേണ്ട. ഞാനിതൊരു കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് തമ്പുരാട്ടിയെയും ലിസിയെയും ഒഴിവാക്കിയിട്ട് ചോദിച്ചത്. സത്യമറിഞ്ഞാലേ എനിക്ക് ആരുഷിയുടെ രക്ഷയിലേക്കുള്ള വാതിൽ തുറക്കാനാവൂ. ഗിരിധരവർമ്മ മിണ്ടിയില്ല. തമ്പുരാൻ തുറന്നു പറഞ്ഞെങ്കിലും സത്യം എനിക്ക് തീർച്ചപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴും ഗിരിധരവർമ്മയുടെ നാവ് ചലിച്ചില്ല. ചെമ്പൂർ കോവിലകത്തിന്റെ അഭിമാനം വ്രണപ്പെടുത്തിയ ജോഷിയെയും സ്വന്തം മകൾക്ക് അവനിൽ ജനിച്ച കുട്ടിയെയും ഇല്ലാതാക്കി. മകളെ മാത്രം തിരിച്ചെടുക്കാമെന്ന് തമ്പുരാൻ വ്യാമോഹിച്ചു. കൊട്ടാരത്തിന് വന്നു ചേർന്ന കളങ്കം അങ്ങനെ കഴുകിക്കളയാമെന്നും കരുതി അല്ലേ? ഗിരിധരവർമ്മ ഒരേ നിലയിൽ നിന്നു. തമ്പുരാന്റെ മോഹം സഫലമായി. കണക്കുകൂട്ടൽ പോലെ എല്ലാം നടന്നു. മകളെ തിരികെ കിട്ടുകയും ചെയ്തു. പക്ഷേ ഒരിടത്തു മാത്രം പിഴച്ചു. തിരിച്ചു കിട്ടിയത് സമനില നഷ്ടപ്പെട്ട മകളെയാണ്. അവിടെ തമ്പുരാൻ വല്ലാതെ തോറ്റുപോയി. ശരിയല്ലേ? ഗിരിധരവർമ്മയുടെ മുഖം കുനിഞ്ഞു. 2 ജീവനുകളെക്കാൾ വലുതായിരുന്നോ തമ്പുരാൻ ചെമ്പൂർ കോവിലകത്തിന്റെ അഭിമാനവും അന്തസ്സും? ഗിരിധരവർമ്മ മിണ്ടിയില്ല. പിന്നെ അവിടെ നിന്നുമില്ല. മുറിവിട്ടിറങ്ങി അദ്ദേഹം വേഗം നടന്നു. ഡോക്ടർ വൈശാഖൻ അപ്പോഴും ചെറുതായിട്ടൊന്ന് ചിരിച്ചു. പാച്ചിയമ്മേ. മുറ്റത്തു നിന്നുള്ള വിളി കേട്ടാണ് പാച്ചിയമ്മ ഭൂമുഖത്തേക്ക് വന്നത്. സാലിയാണ്, കുടുംബശ്രീ സെക്രട്ടറി. എന്താ സാലി? അധീനമോളെവിടെ? ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് സാലി ചോദിച്ചു. ഇവിടുണ്ട്, പാച്ചിയമ്മ പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു. മോളെ ആദി, ഇങ്ങോട്ട് വന്നേ. അധീന അകത്തുനിന്ന് ഇറങ്ങി വന്നു. വിഷാദം നിറഞ്ഞ മുഖവും നനവുള്ള മിഴികളുമായിരുന്നു അവൾക്ക്. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, നേർത്തിരുന്നു അവളുടെ ശബ്ദം. ഞാൻ പറഞ്ഞതാ സാലി, അവളും പിള്ളേര് സ്കൂളിൽ പോകാൻ. പഠിത്തം മുടക്കിയിട്ട് എന്നാ ചെയ്യാനാ? വണ്ടിക്കൂലിയും മറ്റും എങ്ങനെ നടക്കും? പാച്ചിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ലെന്ന് പറയുന്നത് എത്ര നേരാ? ഇതുങ്ങളുടെ തള്ള പോയപ്പോ കരുതി തന്തയുണ്ടല്ലോന്ന്. ഇപ്പോ ദേ ആരും ഇല്ലാണ്ടായി. കുടുംബത്തെ വരുമാനം നിലച്ചാ പിന്നെ തീർന്നില്ലേ എല്ലാം? അധീനയ്ക്ക് അത് കേട്ട് മിഴികൾ തുളുമ്പി. സാലി അവളുടെ കണ്ണുനീർ തുടച്ചു. ഞങ്ങള് കുടുംബശ്രീയിൽ ഇതൊക്കെ ചർച്ച ചെയ്തു മോളെ. അംഗങ്ങളെല്ലാം തന്നെ പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരുമാ. എന്നാലും ഞങ്ങൾ വിവരം പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. സഹായങ്ങളൊക്കെ എത്ര നാളത്തേക്കുണ്ട് സാലി? അതുകൊണ്ട് വല്ലതും അങ്ങോളം ജീവിക്കാൻ പറ്റുമോ?
ജീവിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും വരുമാനം വേണ്ടേ? അതിനെന്താ വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. സാലിക്ക് ഉത്തരം മുട്ടി. വേണ്ടപ്പെട്ടവരൊക്കെ തഞ്ചം പോലെ മുങ്ങിക്കളഞ്ഞു സാലി. പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മകള് പോലും സ്ഥലം വിട്ടു. അവളുടെ അമ്മയ്ക്കുമുണ്ട് ബന്ധുക്കള്. രമണന്റെ ശവം ചിതയെ വെച്ചിട്ട് സ്ഥലം വിട്ടതാ. പിന്നിങ്ങോട്ട് വന്നില്ല. 2-3 പെങ്കൊച്ചുങ്ങളല്ലേ. ഇട്ടേച്ചു പോയതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആരൊക്കെ ഉപേക്ഷിച്ചാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ പൊന്ന് പിച്ചിളിയായി പോയതിന് ആരെയാ കുറ്റം പറയുന്നത്? എൻ്റെ മകൻ ചെറ്റത്തരം കാണിക്കുമെന്നോ അത് ചെയ്തിട്ട് പോയി ചത്തുകളയുമെന്നോ ആരറിഞ്ഞു? പറഞ്ഞു പറഞ്ഞ് പാച്ചിയമ്മ കരച്ചിലിലെത്തി. നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണീർ വടിച്ചെറിഞ്ഞിട്ട് അവർ പറഞ്ഞു, സാലിക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റിനെയും ഒക്കെ അറിയാമല്ലോ. ഈ കുഞ്ഞുങ്ങൾക്ക് 3 നേരം ഭക്ഷണം വേണം, സ്കൂളിലും പോണം. അതിനൊരു നിത്യവരുമാനം ഇല്ലാണ്ട് പറ്റത്തില്ല. നിത്യവരുമാനമോ? സാലി അമ്പരപ്പോടെ ചോദിച്ചു. അതെ, എന്തെങ്കിലും ഒരു ജോലി. അതില്ലാണ്ട് ഒരു നിത്യവരുമാനം കിട്ടത്തില്ലല്ലോ. പാച്ചിയമ്മ പറഞ്ഞു. എന്ത് ജോലിയാ ഉദ്ദേശിക്കുന്നത്? എന്തായാലും കുഴപ്പമില്ല. ആരാ ജോലിക്ക് പോകുന്നത്? സാലി മൂക്കത്ത് വിരൽ ചേർത്തു. 65 കഴിഞ്ഞ പാച്ചിയമ്മയോ അതോ 11 വയസ്സുള്ള അധീനയോ? ഇതുങ്ങൾ പഠിച്ചോട്ടെ, ഞാൻ പൊയ്ക്കോളാം കൊച്ചേ, പാച്ചിയമ്മ പറഞ്ഞു. തൂത്തുവാരാനോ വല്ല കടയിലും സാധനങ്ങൾ പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കാനോ ആയാലും മതി. മുത്തശ്ശി പോകണ്ട. അതുവരെ മിണ്ടാതിരുന്ന അധീന പറഞ്ഞു. ഞാൻ പൊയ്ക്കോളാം. നിനക്ക് സ്കൂളിൽ പോകണ്ടേ? ഇല്ല, ഞാനിനി സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ പഠിക്കണ്ടേ? സാലി ചോദിച്ചു. സ്കൂളിൽ ചെന്നാൽ അച്ഛനെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തയൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കും സാലി ചേച്ചി. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. ആര്യയും ആമിയും പഠിച്ചോട്ടെ. അവർക്ക് തനിയെ സ്കൂളിൽ പോകാനും വരാനും പറ്റുമോ മോളെ? സാലി ചോദിച്ചു. അധീനയും അപ്പോഴാണ് അത് ഓർത്തത്. ദിവസവും ബസ്സിൽ കയറി പോകാനും തിരിച്ചെത്താനും അവർക്ക് തനിച്ച് കഴിയില്ല. നീ നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഭാനുവിന് എന്തൊരു സന്തോഷായിരുന്നു. അതുകൊണ്ട് നീയും സ്കൂളിൽ പോകണം മോളെ. സാലി കയ്യിലിരുന്ന പേഴ്സിൽ നിന്ന് കുറെ നോട്ടുകൾ എടുത്തു. നിന്റെ അമ്മ കുടുംബശ്രീയിൽ കൂടിയിരുന്ന ചിട്ടിയുടെ പണമായത്. 10,000 രൂപയുണ്ട്. കമ്മീഷൻ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇതാ തുക മുഴുവനുമുണ്ട്. സങ്കടത്തോടെ സാലി അത് അധീനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഭാനു മരിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു ചിട്ടി തുടർന്ന് ഇറക്കിക്കോളാമെന്ന്. പക്ഷെ അതും നടന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങളിത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തന്നാൽ നിങ്ങൾക്കത് തൽക്കാലം ഒരാശ്വാസമാകും. അതെ, അത് നന്നായി, പാച്ചിയമ്മ പറഞ്ഞു. അധീനയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങി അവർ കയ്യിൽ പിടിച്ചു. മോള് വിഷമിക്കേണ്ട. സാലി അധീനയെ തലോടി. പഠനം തുടരണം. കാശില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. ദൈവം നിങ്ങൾക്കും ഒരു വഴി തുറന്നു തരും. കേട്ടോ? അവൾ മൂളി. പാച്ചിയമ്മയുടെ കയ്യിലിരുന്ന നോട്ടുകളിലേക്ക് അധീന നോക്കി. തനിക്കും അനിയത്തിമാർക്കും പഠിക്കാനും മുത്തശ്ശി ഉൾപ്പെടെ 4 പേർക്ക് ആഹാരം കഴിക്കാനും അമ്മ സമ്പാദിച്ചു വെച്ചിട്ട് പോയ പണം. സാലി പറഞ്ഞത് അവൾ ഓർത്തു. ദൈവം നിങ്ങൾക്കായി ഒരു വഴി തുറന്നു തരുമെന്ന്. തരുമോ? അവൾ സ്വയം ചോദിച്ചു.